നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂർ, പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് ഉള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളായാലും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വിദഗ്ധമായിട്ട് നമുക്ക് ഈ ഒരു ട്രേഡ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു ട്രെൻഡിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു മാർക്കറ്റ് ബോത്ത് സൈഡിലേക്ക് ഒരു വോളറ്റാലിറ്റി ഉള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് മൊമെന്റ് ആണ് നമ്മൾ മാർക്കറ്റിൽ കണ്ടിരുന്നത്. അപ്പോൾ ഹൈലി ഒരു വോളറ്റൈൽ മാർക്കറ്റ് ആയിരുന്നു ഇന്നത്തെ. പക്ഷെ ഇന്നത്തെ ഒരു മാർക്കറ്റ് മാനേജ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇന്നലത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്ക് ഇന്നത്തെ വീഡിയോ എക്സാക്റ്റ് ആയിട്ട് ആ ഒരു ട്രേഡിംഗ് പ്ലാൻ നമ്മളത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഒരു ട്രേഡ് മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കൃത്യമായിട്ട് ട്രെൻഡിൽ നിലനിൽക്കേണ്ടത്, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവല്, ഇതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് എക്സാക്റ്റ് ആയിട്ട് ട്രേഡ് എടുത്തവർക്ക് വളരെ ഈസി ആയിട്ട് ഇത്രയും വലിയൊരു മൊമെന്റം ക്യാച്ച് ചെയ്യാനായിട്ട് സാധിച്ചു കാണും. അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് നോക്കാം. നിഫ്റ്റിയിൽ ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. പക്ഷെ നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്കൊരു ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. നമുക്ക് റെസിസ്റ്റൻസിന്റെ ഒരു താഴെ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞിരിക്കുന്ന റെസിസ്റ്റൻസ് എത്രയാണെന്ന് ശ്രദ്ധിക്കാം. നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഈ ഒരു ലെവലാണ് നമ്മൾ റെസിസ്റ്റൻസ് എടുത്തത്. അതായത് കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു യൂട്ടേന്റെ ഈ ഒരു ലെവലാണ് നമ്മൾ റെസിസ്റ്റൻസ് എടുത്തത്. അപ്പൊ നമ്മൾ ഓരോ ദിവസവും വളരെ സൂക്ഷിച്ചാണ് ഓരോ റെസിസ്റ്റൻസ് സപ്പോർട്ടുകളൊക്കെ മാർക്കറ്റിൽ അത് സെലക്ട് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് അടയാളപ്പെടുത്തി എത്രയാണ് ശ്രദ്ധിക്കുക, 22,095. അപ്പൊ ആ ഒരു റെസിസ്റ്റൻസിന്റെ താഴെയായിരുന്നു നിഫ്റ്റിയിലെ ഓപ്പൺ വന്നിരുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു താഴെ എപ്പോഴും ഓപ്പൺ ചെയ്താൽ നമുക്ക് എപ്പോഴും ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മാർക്കറ്റിൽ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. വേറെ ഒന്നും നോക്കാനില്ല. കാരണം ഇതിന്റെ ഒരു മുകളിൽ മാത്രമാണ് നമുക്കൊരു ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അതിനുശേഷം ആയാലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാള്. നിഫ്റ്റിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ നമുക്ക് ഈ ഒരു ലെവൽ മാനേജ് ചെയ്യുന്നതിനെ കുറിച്ച് എക്സാക്റ്റ് ആയിട്ട് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഈ ഒരു ലെവൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് സപ്പോർട്ടാണ് വരുന്നത്. 21,900, 21,800 ഈ രണ്ട് സപ്പോർട്ടുകളാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. ഈ സപ്പോർട്ട് മാനേജ് ചെയ്യേണ്ടത് ഇതിന്റെ താഴത്തേക്ക് വന്നതിന് ശേഷം 21,900 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്കും കൂടി മുകളിലേക്കും കൂടി സസ്റ്റെയിൻ ചെയ്താൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെന്റിമെന്റിലായിരിക്കും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ സൂചിപ്പിച്ചാണ്. അപ്പൊ എപ്പോഴും നിങ്ങൾ ഏതൊരു ഫണ്ടമെന്റലും ഏതൊരു ന്യൂസ് ഫോളോ ചെയ്യുന്നതിനെക്കാട്ടി മുൻപായിട്ട് നമ്മൾ പറയുന്ന ഒരു ട്രേഡിംഗ് പ്ലാൻ ശ്രദ്ധിക്കുക. ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ ഒരു സെന്റിമെന്റിലും ഇമോഷണലും ട്രെൻഡും ഒക്കെ അനുസരിച്ച് മാനേജ് ചെയ്യേണ്ട എക്സാക്റ്റ് ആയിട്ട് രീതിയാണ്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നമുക്ക് ഈ ഒരു ട്രെൻഡ് നിഫ്റ്റിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഏതാണ് നമുക്ക് നിഫ്റ്റിയിലായാലും സപ്പോർട്ട് വരുന്നത്. ഇപ്പൊ നിഫ്റ്റിയിലായാലും സപ്പോർട്ട് വരുന്നത് 22,205. അപ്പോൾ 22,205 ഈ ഒരു സപ്പോർട്ട് നിലനിൽക്കുകയാണെങ്കിൽ നമുക്ക് ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ നിഫ്റ്റി ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ, ഇൻ കേസ് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാലും 22,205 ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇതിന്റെ ഒരു താഴെയാണ് ഓപ്പൺ ചെയ്യുന്നത്, ചെറിയൊരു ടൈം ഫെയിലെ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ ഇന്നത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ പോലെ റെസിസ്റ്റൻസിന്റെ താഴെയാണ്. നമുക്കത് ഒന്നും നോക്കണ്ട. ചെറിയ ടൈം ഫെയിലും വലിയ ടൈം ഫെയിലും നിങ്ങളുടെ ഏതെങ്കിലും ഒരു രീതിയിൽ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാം. റൈറ്റ് രീതിയാണ്. എപ്പോഴും നമ്മൾ വിചാരിച്ചൊരു ഡയറക്ഷനിൽ മാർക്കറ്റ് കിട്ടണമെന്നില്ല. എന്നാലും നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു 80-90% സമയങ്ങളിലും ദിവസങ്ങളിലും നമുക്ക് മാർക്കറ്റിന്റെ ഒരു ഡയറക്ഷൻ അനുസരിച്ച് നമുക്ക് തീരുമാനം എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ നിഫ്റ്റിയിലായി 22,205 സപ്പോർട്ടായിട്ട് നിലനിർത്തുക. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഹയർ ലെവലാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ മാനേജ് ചെയ്യുമ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിൽ അല്ലെങ്കിൽ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഒരു ലെവലുകളില്ല, ഹയർ ലെവലിൽ പ്രത്യേകിച്ച് ലെവലുകളില്ല. അപ്പൊ അതുകൊണ്ട് മാനേജ് ചെയ്യുന്ന രീതി ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ ഇതിന്റെ താഴെ 22,110 നമുക്കൊരു സപ്പോർട്ടായിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ടിന്റെ ഒരു താഴെയാണെങ്കിൽ നമുക്ക് 22,055
സപ്പോർട്ടായിട്ട് കാണുന്നത് 22,055. അതിനൊരു താഴെയാണെങ്കിൽ 28,955. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ലോവർ ലെവൽ സപ്പോർട്ട്, അതുപോലെ തന്നെ ഇതൊക്കെ സാധാരണയായിട്ടുള്ള നോർമൽ ആയിട്ടുള്ള സപ്പോർട്ടുകളാണ് വരുന്നത്. ഇമ്പോർട്ടന്റ് സപ്പോർട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചിരുന്നു. ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലിൽ ആണ് എപ്പോഴും നല്ലൊരു ബൈ ഓപ്പർച്യൂണിറ്റികളൊക്കെ മാർക്കറ്റിൽ സംഭവിക്കുന്നത്. എപ്പോഴും ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലിന്റെ അടുത്ത് നിന്നാണ്. അതായത് 21,900 അടുത്താണ്, 21,800 അടുത്താണ് ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഒരു ലെവലിലൊക്കെ നമുക്ക് സാധാരണ നോർമൽ ആയിട്ടുള്ള രീതിയിലുള്ള ബൈരോ ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്ക് ക്വിക്ക് പ്രോഫിറ്റ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ബൈരോ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഇതിൽ കിട്ടും. തീരുമാനങ്ങൾ എടുക്കാനും എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ഫോളോ ചെയ്യാനും ഇത് ഉപയോഗിക്കാം. അപ്പോൾ 22,205 താഴെയാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 22,110 ഇനി സപ്പോർട്ട് വരുന്നത്. 110 താഴത്തേക്ക് കുറച്ച് സമയം ഹോൾഡ് ചെയ്താൽ ലോവർ ലെവൽ സപ്പോർട്ട് 22,055 സപ്പോർട്ടാണ്. ഈ സപ്പോർട്ടും ബ്രേക്ക് ചെയ്താൽ 22,955. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, സപ്പോർട്ടിലാണെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ അടുത്ത റെസിസ്റ്റൻസിന് മുകളിലും സസ്റ്റെയിൻ ചെയ്താൽ സ്ട്രോങ് ആണ്. അപ്പോൾ അതനുസരിച്ച് ട്രേഡുകൾ മാനേജ് ചെയ്യുക. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ലോവർ ലെവല് 46,650 സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ലോവർ ലെവല് 46,520 സപ്പോർട്ടാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ മാനേജ് ചെയ്യുമ്പോൾ ഹയർ ലെവൽ റെസിസ്റ്റൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് എപ്പോഴും മാനേജ് ചെയ്യുക. അത്ര സ്ട്രോങ് ആയിട്ട് മുകളിലേക്ക് പോകണമെന്നില്ല. പക്ഷെ റെസിസ്റ്റൻസിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. അതായത് 47,060 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇതിന്റെ ഒരു താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് സാധ്യത. ലോവർ ലെവൽ സപ്പോർട്ട് 46,910 കൂടി 900 കീപ്പ് ചെയ്താൽ മതി. 46,900 46,900 സപ്പോർട്ട് കീപ്പ് ചെയ്യുക. ഇത് സപ്പോർട്ടിന്റെ ഒരു താഴെയാണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. അടുത്തൊരു സപ്പോർട്ടിൽ നിന്നുള്ള ഒരു ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്കും സസ്റ്റെയിൻ ചെയ്താൽ സ്ട്രോങ് ആണ്. ഇപ്പോൾ നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും, ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി അപേക്ഷിച്ച് നിഫ്റ്റി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് ആണ് ലോവർ ലെവലിൽ നടത്തിയത്. ഇമ്പോർട്ടന്റ് ലെവലിൽ നിന്നുള്ള സപ്പോർട്ട് ചെയ്യുന്നതാണ് നടത്തിയിരിക്കുന്നത്. പക്ഷേ നിഫ്റ്റിയിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആയാലും നമ്മളൊരു പൊസിഷനിൽ ഒരു ബൈക്ക് നിലനിർത്തരുത്. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുന്നതാണ് ബെറ്റർ. മാർക്കറ്റിൽ ഒരു ഹൈലി വോളറ്റാലിറ്റി ഉള്ള ഒരു സിറ്റുവേഷനൊക്കെ എപ്പോഴും ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുന്നതാണ് ബെറ്റർ. നല്ല ഓപ്പർച്യൂണിറ്റികൾ എപ്പോഴും സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് കിട്ടും. എക്സാക്റ്റ് ആയിട്ട് ലോങ് ടൈമിലേക്ക് ആയാലും അല്ലെങ്കിൽ പൊസിഷനിൽ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി, ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ വരുമ്പോഴായാലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ട്രേഡുകൾ കൃത്യമായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് വരുന്ന ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറുകൾ കമ്പനികൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.